ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കണ്ണൂർ തളിപ്പറമ്പിൽ വൻ തീപിടുത്തം, 10 കടകളിലേക്ക് തീ പടർന്നു. കണ്ണൂർ തളിപ്പറമ്പിൽ കടകൾക്ക് തീപിടിച്ചു, 10 കടകളിലേക്ക് തീ പടർന്നു. ബസ് സ്റ്റാൻഡിന് സമീപത്തെ KV കോംപ്ലക്സിലെ കടകളിലാണ് വൻ തീപിടുത്തം ഉണ്ടായത്. 3 നില കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. അപകടത്തിൽ ആളപായമില്ല. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുവാൻ ശ്രമം തുടരുന്നു. അഗ്നിശമന സേനയ്ക്കൊപ്പം പോലീസും നാട്ടുകാരും തീ അണയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ദുരന്തത്തിൽ കണക്കാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ശബരിമല സ്വർണമോഷണ വിവാദം, പ്രത്യേക സംഘത്തെ നിയോഗിച്ച സർക്കാർ, നടപടി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച സർക്കാർ. ഹൈക്കോടതി നിർദ്ദേശിച്ച അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സർക്കാരിന്റെ ഉത്തരവ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ADGP H. വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. H. വെങ്കിടേഷ്, SP ശശിധരൻ, 2 SHOമാർ, ഒരു ASI എന്നിവരുൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രത്യേക സംഘത്തെ ഹൈക്കോടതി തന്നെ നിയമിച്ചത്. അവരെ നിലവിലുള്ള ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി 10 മാസത്തെ അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ച് ഉത്തരവിറക്കുകയും നാളെ കേസ് പരിഗണിക്കുമ്പോൾ അറിയിക്കുകയും വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതേസമയം സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ആസ്ഥാനത്ത് നിർണായക മൊഴിയെടുപ്പ് നടക്കുകയാണ്. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. സ്വർണ്ണ കവർച്ചയിൽ നാളെയാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനു മുന്നോടിയായിട്ടാണ് അവസാന നിമിഷം നിർണായക മൊഴിയെടുക്കൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പുപാളിയാണെന്നും സ്വർണം പൂശിയതിലും പൊതിഞ്ഞതിലും തങ്ങൾ വീണ്ടും പണി ചെയ്യാറില്ലെന്നും നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി മാറ്റിയെന്ന് സ്ഥിരീകരിക്കുവാൻ പങ്കജ് ഭണ്ഡാരിയുടെ ഈ മൊഴി നിർണായകമാകും. സകല രേഖകളും തങ്ങളുടെ പക്കലുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ എല്ലാം പറയുമെന്നും ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. സ്വർണ്ണമോഷണത്തിൽ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ ശനിയാഴ്ച ആറന്മുളയിലെയും ശബരിമലയിലെയും സ്ട്രോങ് റൂമുകൾ പരിശോധിക്കും. തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതുൾപ്പെടെ യാത്രാവിവരങ്ങൾ SIT ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹാൽ സിനിമയിലെ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം കട്ട് ചെയ്യണം, ധ്വജപ്രണാമം എന്ന വാക്കും ഒഴിവാക്കണം, വീണ്ടും സെൻസർ ബോർഡ് ഇടപെടൽ. ഷെയ്ൻ നിഗം ചിത്രത്തിൽ ബീഫ് ബിരിയാണിക്ക് കട്ട്. ഹാൽ സിനിമയിലെ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം കട്ട് ചെയ്യണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു. ധ്വജപ്രണാമം എന്ന വാക്കും ഒഴിവാക്കണം. സിനിമയുടെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഡയലോഗുകളും സീനുകളും വെട്ടാൻ നിർദ്ദേശിച്ചതായി ഹർജിയിൽ പറയുന്നു. സമയബന്ധിതമായി സെൻസറിംഗ് പൂർത്തിയാക്കുവാൻ പുതിയ മാനദണ്ഡങ്ങൾ രൂപീകരിക്കണം എന്നും അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സിനിമയിലൂടെ നല്ലൊരു സന്ദേശം നൽകുവാനാണ് ശ്രമിച്ചതെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു. സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സിനിമയിലൂടെ പറയുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു മതത്തിനെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അപമാനിച്ചിട്ടില്ല. സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ബീഫ് ബിരിയാണി അല്ല, മട്ടൻ ബിരിയാണിയാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ബീഫ് ബിരിയാണി കിട്ടിയിരുന്നില്ല. പക്ഷേ ബീഫ് ബിരിയാണി കഴിക്കാമെന്ന് സിനിമയിൽ പറയുന്നുണ്ടെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണം, ഗണപതി വട്ടം, ധ്വജപ്രണാമം, സംഘം കാവലുണ്ട്, രാഖി തുടങ്ങിയ പരാമർശങ്ങളും ഒഴിവാക്കണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. സിനിമയിലെ ഒരു രംഗത്തിൽ നായിക പർദ്ദ ധരിക്കുന്ന രംഗം നീക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ ന്യൂഡിറ്റിയോ വയലൻസോ ഒന്നുമില്ല. എന്നിട്ടും A സർട്ടിഫിക്കറ്റാണ് നൽകിയതെന്നും ഇവർ പറയുന്നു. ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതിൽ വിരോധം, ബ്ലോക്ക് നേതാക്കൾ മർദ്ദിച്ചു, മുൻ DYFI നേതാവ് വെന്റിലേറ്ററിൽ. ഒറ്റപ്പാലം വാണിയംകുളത്ത് മുൻ നേതാവിനെ DYFI നേതാക്കൾ ആക്രമിച്ചെന്ന് പരാതി. വാണിയംകുളം പനയൂർ സ്വദേശി വിനേഷിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിനേഷ് സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. DYFI ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തലയ്ക്കും കണ്ണിനും ഗുരുതര പരിക്കുകളുണ്ട്. കൈയിൽ പിടിവലി നടന്നതിന്റെ പാടുകൾ കണ്ടെത്തി. ഇന്നലെ രാത്രി വാണിയംകുളത്തായിരുന്നു സംഭവം നടന്നത്. DYFI മുൻ മേഖലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു വിനേഷ്. വിനേഷിനെ മർദ്ദിച്ചത് 6 അംഗ സംഘമാണ്. ഒളിവിലുള്ള DYFI ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി C. രാകേഷ് ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ തുടരുന്നു. ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ 2 പേർ പിടിയിലായതായാണ് വിവരം. ഷൊർണൂരിൽ നിന്നും ട്രെയിൻ മാർഗം രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിനിടെ പിടിയിലായി എന്നാണ് വിവരം. കോൺഗ്രസിന്റെ വിശ്വാസ സംഗമം അയ്യപ്പന്റെ മുതൽ കൊള്ളയടിച്ചവർക്കെതിരെയുള്ള പോരാട്ടം VD സതീശൻ.
കോൺഗ്രസിന്റെ വിശ്വാസ സംഗമം അയ്യപ്പന്റെ മുതൽ കൊള്ളയടിച്ചവർക്കെതിരെയുള്ള പോരാട്ടമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അയ്യപ്പന്റെ മുതൽ കൊള്ള അടിച്ചവർക്കെതിരായുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ശബരിമലയിൽ എത്തിയത് യഥാർത്ഥ ദ്വാരപാലക ശില്പമല്ല. 39 ദിവസം പൂജ നടത്തി. ആ വ്യാജനാണ് ശബരിമലയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ എവിടെ പോയി എന്നും വി ഡി സതീശൻ ചോദിച്ചു. ഒറിജിനൽ വിറ്റു എന്നാണ് ഹൈക്കോടതി പറയുന്നത്. വിശ്വാസികളെ ദേവസ്വം ബോർഡ് വഞ്ചിച്ചു. കോടതിയിലൂടെ ഇടപെട്ടത് അയ്യപ്പൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കൊണ്ടുവന്നത് തങ്കവിഗ്രഹം അടിച്ചുമാറ്റുവാൻ. പിണറായി വിജയൻ തത്വമസിയുടെ അർത്ഥം പറഞ്ഞു തരികയാണ്. പിണറായി കപടഭക്തനാണ്. കപടഭക്തിയുമായി അയ്യപ്പ സംഗമത്തിന് പോയ മുഖ്യമന്ത്രിക്ക് അയ്യപ്പൻ കൊടുത്ത പണിയാണിതെന്നും സതീശൻ വിമർശിച്ചു. അമ്പലങ്ങൾ കൊള്ളയടിക്കുക എന്നത് പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയാണ്. സഭയിൽ സസ്പെൻഡ് ചെയ്ത എംഎൽഎമാരെ മാലയിട്ട് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും. അമ്പലം വിഴുങ്ങികളെ പാഠം പഠിപ്പിക്കുവാനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് എന്നും വി ഡി സതീശൻ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമന തർക്കം സമവായത്തിലേക്ക്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റുകളുമായി ചർച്ച. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമന തർക്കം സമവായത്തിലേക്ക്. പരിഹാരം കാണുവാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കെസിബിസി അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി. മാനേജ്മെന്റുകളുടെ കത്ത് ലഭിച്ച പശ്ചാത്തലത്തിലാണ് വിഷയം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുവാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയാൽ ഉടൻ യോഗം ചേരുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പ്രധാനപ്പെട്ട എല്ലാ മാനേജ്മെന്റ് പ്രതിനിധികളെയും യോഗത്തിലേക്ക് ക്ഷണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മാനേജ്മെന്റുകൾ ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി. കെസിബിസി അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ മുഖ്യമന്ത്രിയെ പരാതി അറിയിച്ചിരുന്നു. തുടർന്ന് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയും ക്ലീമിസ് ബാവ കണ്ടിരുന്നു. 2 വർഷത്തിന് ശേഷം ഗസയുടെ തെരുവുകളിൽ ആദ്യമായി നിറഞ്ഞ പുഞ്ചിരികൾ. ട്രംപിന് ബന്ദികളുടെ ഉറ്റവരിൽ നിന്നും നന്ദി മെസ്സേജുകൾ. ഗസ സമാധാനത്തിലേക്ക്. ഗസയിൽ ആദ്യഘട്ട വെടിനിർത്തലിന് ധാരണയായതിന് പിന്നാലെ ഗസയുടെ തെരുവുകളിൽ ആർത്തുവിളിച്ചും കെട്ടിപ്പിടിച്ചും കൈയടിച്ചും സന്തോഷം പ്രകടിപ്പിച്ച് പലസ്തീൻ ജനത. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച 20-ദിന കരാറിന്റെ ആദ്യ ഭാഗം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതിനെ തുടർന്നാണ് 2 വർഷത്തിനു ശേഷം ആദ്യമായി ഗസയുടെ തെരുവുകളിൽ പുഞ്ചിരി വിടരുന്നത്. ആദ്യഘട്ട വെടിനിർത്തൽ, ബന്ദി കൈമാറ്റം, തടസ്സങ്ങളില്ലാതെ ഗസയിൽ സഹായമെത്തിക്കൽ എന്നിവയാണ് ഉടനടി നടക്കാനിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഗസയിലേക്ക് അതിവേഗം സഹായമെത്തിക്കുവാനായി ഐക്യരാഷ്ട്രസഭയുടെ റിലീഫ് ആൻഡ് വർക്ക് എമർജൻസി ഏജൻസി തയ്യാറാകുന്നതായാണ് വിവരം. പലസ്തീൻ പ്രാദേശിക സമയം 12 മണിയോടെയാണ് ആദ്യഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. തിങ്കളാഴ്ചയോടെ ഇസ്രായേലി ബന്ദികളെ ഹമാസ് വിട്ടയക്കുമെന്നും 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്നും പിന്മാറി തുടങ്ങും എന്നുമാണ് വിവരം. ഇസ്രായേൽ ഗസ സമാധാന ചർച്ചകളിൽ നിർണായക ഇടപെടൽ നടത്തിയതിന് ബന്ദികളുടെ ഉറ്റവർ ട്രംപിന് നിരവധി വീഡിയോ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.